ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഫുജൈറയിലേക്കാണ് കേട്ടോ. ഫുജൈറ നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ അവിടെ അംബർല ബീച്ച് എന്നൊരു ബീച്ചുണ്ട്, അപ്പോൾ അതും കൂടി നമുക്ക് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. ഈവനിങ് ആണ് കേട്ടോ നമ്മൾ പോകുന്നത്. മക്കൾ വണ്ടിയിലിരുന്ന് നല്ല കളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറേ ആയി ഒരു ലോങ് ഡ്രൈവ് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് ഫുജൈറ റിലേറ്റീവ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോവുകയും ചെയ്യാം, ഒരു ലോങ് ഡ്രൈവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തി ചായ മാത്രം മേടിച്ചു കേട്ടോ. കടികളൊക്കെ നമ്മൾ നേരത്തെ മേടിച്ചിട്ട് സ്നാക്സൊക്കെ മേടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഈ പോകുന്ന വഴിക്കൊന്നും അധികം ഷോപ്പുകൾ കുറവാണ്. പിന്നെ നമ്മുടെ ഇങ്ങനെ പെട്രോൾ പമ്പിലൊക്കെ നിർത്തിയാലൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചായയൊക്കെ കൂട്ടി കഴിച്ചു. ഫുജൈറയിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ എന്താ പറയുക, പ്രകൃതി ഭംഗി അടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിൽ വയനാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ചുരം കയറുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഭംഗിയില്ല, അതുപോലൊരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഇങ്ങനെ ഒരുപാട് മലകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ തന്നെ ഫുജൈറ എത്തുന്നതിൻ്റെ മുന്നേ വേറെ റൂട്ടിലേക്ക് തിരിഞ്ഞാൽ ഹത്ത എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഷാർജയിൽ നിന്ന് ഫുജൈറയിലേക്ക് ഒരു 1 hour ഡ്രൈവ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫുജൈറ നമ്മുടെ റിലേറ്റീവിൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ എത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള UAE പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഈ ഫുജൈറ എന്ന് പറയുന്ന ഈ എമിറേറ്റ്സ്. അവിടെ എത്തി അവിടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് അംബർല ബീച്ചിലേക്ക് പോവാണ് ഉണ്ടായത്. ഞാൻ ഇതിൻ്റെ മുന്നേയും പലതവണ പോയിട്ടുള്ള ബീച്ചാണ് കേട്ടോ അംബർല ബീച്ച്. അപ്പോൾ ഇപ്പോൾ പോയിട്ട് കുറച്ചായി. നല്ല നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് കാണാനായിട്ട്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയതിനെക്കാട്ടും ഇങ്ങനെ ഈ ലൈറ്റ്സൊക്കെ എന്താ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ കളറ് മാറിക്കൊണ്ടേ ഇരിക്കും. ഞങ്ങളെ കൂടെ എൻ്റെ നെയ്ബറും എൻ്റെ ഫ്രണ്ടും കൂടെ ആയിട്ടുള്ള സജിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളും കൂടി ഉണ്ടായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. മക്കൾക്കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടമായിട്ടോ. അങ്ങനെ ആ ലൈറ്റ്സൊക്കെ തൊടുമ്പോൾ തന്നെ കളർ ഇങ്ങനെ മാറുന്നുണ്ട്. പിന്നെ ഞാനും ഒരു ഇതിന് എന്താ പറയുക, ആ ലൈറ്റ്സിൻ്റെ മേലെ കൂടെ ഒക്കെ നടന്നു നോക്കി, ഇങ്ങനെ കളർ മാറുന്നത് ഒരു കൗതുകമല്ലേ ഇങ്ങനെ കാണാൻ. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല ഏരിയകളുണ്ട്. ഇങ്ങനെ ഒരുപാട് തൂണുകളും ലൈറ്റ്സുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളും ഉണ്ട് കേട്ടോ അവിടെ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷേ വലിയ ബീച്ചായിട്ട് നമുക്ക് ആ തിരക്ക് അത്ര ബാധിക്കുന്നില്ല. ഇവിടെ സാധാരണ ബീച്ച് പോലെ നേരെ കടൽ തീരത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല നമുക്ക്. പിന്നെ എന്താ പറയുക, അവിടെ ഒരു കെട്ടും പിന്നെ അവിടുന്ന് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്, അങ്ങനെ വേണം താഴേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഈ മേലെയുള്ള ഏരിയ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. താഴെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവിടേക്ക് ഇറങ്ങേണ്ടവർക്ക് അവർക്ക് ഇറങ്ങാനായിട്ട് വേറെ വഴികളുണ്ട്, സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വാട്ടർ ഫൗണ്ടെയിന് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. മക്കൾ ഫുള്ള് കളിക്കായിരുന്നു. അപ്പോൾ ഞാൻ മക്കൾ ഇതുവരെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ അങ്ങനെ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെയ്ഹമോക്കാണെങ്കിൽ വെള്ളം കണ്ടപ്പോൾ ഇറങ്ങാൻ ഭയങ്കര കൊതി. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോട്ടെ, മക്കളല്ലേ കളിക്കട്ടെ എന്ന്. നമുക്കും ഇറങ്ങാൻ കൊതിയുണ്ട്, പക്ഷേ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് അവരിറങ്ങി കളിക്കട്ടെ എന്ന് വിചാരിച്ചു. കളിക്കാൻ വിട്ട് കുടുങ്ങി എന്നുള്ള അവസ്ഥ ആയിട്ടോ അവസാനം. അവർ പിന്നെ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കയറുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു ആവേശത്തിന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞതാണ്. പിന്നെ അവർ പിന്നെ അതിൽ വെള്ളത്തിൽ വെറും കളിയായി. നെഹമോക്ക് നന്നായി എൻജോയ് ചെയ്തിട്ടോ. പക്ഷേ നെയ്ഫമോക്ക് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. അവൾ കുറച്ച് വിട്ട് നിന്ന് നോക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാൾക്കും ഡ്രസ്സൊക്കെ മാറ്റി ഫുള്ള് മേലൊക്കെ കഴുകി ഒക്കെ ഡ്രസ്സ് മാറ്റിയിട്ടോ. ക്ലോറിനുള്ള വെള്ളമായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നടക്കാൻ വേണ്ടി പോയിട്ടോ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാല കണ്ടത്. അപ്പോൾ ഊഞ്ഞാല കണ്ടത് ഞങ്ങൾ രണ്ടാളും ചാടി കയറി ഊഞ്ഞാലിരുന്നു കേട്ടോ. ഒരുപാട് കാലമായി ഇങ്ങനെ ഒന്ന് ഊഞ്ഞാലിരുന്ന് ആടിയിട്ട്. പിന്നെ ഇവിടെ അങ്ങനെ റഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത് നല്ല സുഖമായിട്ട് ഇരുന്ന് ആടാനായി. പിന്നെ ഇവിടെയൊക്കെ എന്തോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ ഏരിയ ആണ് തോന്നുന്നു. പക്ഷേ നല്ല ഭംഗിയുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അവരവിടെ ഭംഗി കൂട്ടാനായിട്ട് നിറയെ തെങ്ങ് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഹൈറ്റ് വെക്കാത്ത തരത്തിലുള്ള, അങ്ങനെ തേങ്ങയൊന്നും ഉണ്ടാവാത്ത അങ്ങനത്തെ തെങ്ങായിരിക്കും അത്, ഭംഗിക്ക് വേണ്ടി മാത്രം കുഴിച്ചിടുന്ന. ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഒന്ന് നടന്നു കേട്ടോ. അവിടുന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നു. അപ്പോഴേക്കും പിന്നെ ഇക്കാക്ക പോയി വണ്ടി എടുക്കാൻ പോയി, വണ്ടിയും കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് തലശ്ശേരി കലവറ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ നാടൻ ഫുഡും പിന്നെ ഷെസ്വാൻ നൂഡിൽസും
ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആദ്യം കഴിച്ചു. അപ്പോഴേക്കും പാൽക്കപ്പയും ബീഫും കൊത്തു പൊറാട്ടയും പിന്നെ ഷെസ്വാൻ നൂഡിൽസും ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു തേങ്ങാപ്പാലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പൊറാട്ട ഒരു ഇങ്ങനെ ചട്ടിയിലൊക്കെ ആക്കിയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു, അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കേട്ടോ. അപ്പം അതിലിങ്ങനെ ചിക്കനും പിന്നെ മൊത്തത്തിൽ ഈ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഐറ്റം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൽ നല്ല മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചപ്പോഴേക്കും നമ്മളെ വയറൊക്കെ നല്ല ഫുള്ളായി. പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു 1 hour ഡ്രൈവ് നമ്മുടെ ഷാർജയിലേക്കും ഉണ്ടല്ലോ. നമ്മളിതാ നമ്മുടെ ഷാർജ മോസ്കിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.